ഹലോ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 years ago റഹീംസ് ഏജ് വാസ് 3 times ദി ഏജ് ഓഫ് രാമു. 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങായിരുന്നു. ആഫ്റ്റർ 2 years 2 വർഷത്തിന് ശേഷം അതെന്താവുന്നുണ്ട്? ദിസ് വുഡ് ബിക്കം 2 times, അത് 2 മടങ്ങാവുന്നുണ്ട്. വാട്ട് ആർ ദെയർ ഏജസ് നൗ? അവരുടെ ഏജ് എന്താണ്? അവരുടെ വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താക്കണം? ഇതുപോലുള്ളൊരു ടേബിൾ മേക്ക് ചെയ്യണം. ഫസ്റ്റിൽ നെയിം എഴുതുക. ഇവിടെ നെയിമാണ്. ദെൻ പ്രസൻറ്റ് ഏജ്. ഫസ്റ്റിൽ നമ്മൾ നെയിം എഴുതി കൊടുക്കുക. ദെൻ പ്രസൻറ്റ് ഏജ്. ദെൻ 4 years ago 4 വർഷം മുമ്പ്. ദെൻ ആഫ്റ്റർ 2 year 2 വർഷത്തിന് ശേഷം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഏജ് അവരുടേത് അറിയില്ല. അപ്പോൾ റഹീമിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. അതുപോലെ രാമുവിന് നമ്മൾ വൈ എന്ന് കൊടുക്കുന്നു. ഓക്കെ. ദെൻ 4 വർഷം മുമ്പ് എന്തായിരിക്കും? അപ്പോൾ 4 വർഷം മുമ്പ് 4 വയസ്സ് കുറവായിരിക്കും. അപ്പോൾ x-4 എന്ന് കൊടുക്കാം. രാമുവിൻ്റെയോ? രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് വൈ ആണ്. സോ y-4 ആയിരിക്കും. ഇനി ആഫ്റ്റർ 2 years 2 വർഷത്തിന് ശേഷമോ? ഇപ്പോഴത്തെ ഏജ് എക്സ് ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സും കൂടെ കൂടും. x+2. വൈ എന്താവും? y+2 എന്നാവും. ഓക്കെ. ഇനിയാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് റഹീംസ് ഏജ് 4 years ago. അതായത് ഈ ഒരു കോളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. റഹീംസ് ഏജ് 4 years ago റഹീംസ് ഏജ് എത്രയാണ്? x-4 ആണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് എഴുതാണ്. 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് x-4 ഈസ് ഈക്വൽ 3 times ദി ഏജ് ഓഫ് രാമു. രാമുവിൻ്റെ വയസ്സിന് 3 മടങ്ങാണ്. രാമുവിൻ്റെ വയസ്സ് 4 വർഷം മുമ്പ് എത്രയാണ്? y-4 ആണ്. അപ്പോൾ അതിൻ്റെ 3 മടങ്ങെന്ന് പറയുമ്പോൾ സിമ്പിളാണ്. 3 ഇൻറ്റു ചെയ്താൽ മതി. 3 ഇൻറ്റു y-4 എന്ന് ചെയ്യാം. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ എന്താക്കണം? ഇങ്ങനെ ഒരു ഇക്വേഷൻ രൂപീകരിക്കുമ്പോൾ ഈ ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇക്വേഷനെ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x-4 ഈസ് ഈക്വൽ 3നെ y കൊണ്ടും ഇൻറ്റു ചെയ്യണം, 4 കൊണ്ടും ഇൻറ്റു ചെയ്യണം. 3y ഇൻറ്റു y 3y. ഈ മൈനസ് സൈന് അതുപോലെ തന്നെ കൊടുക്കുക. 3 ഇൻറ്റു 4 12 എന്ന് വരും. ഇവിടെ ഉണ്ടൊരു നമ്പർ, ഇവിടെ ഉണ്ടൊരു നമ്പർ. അപ്പോൾ നമ്പർ ഒരു സൈഡിൽ മതി. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x-4 ഇവിടെ -12 ആണ്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ +12 ആവും. ഈസ് ഈക്വൽ ബാലൻസ് ഇവിടെ 3y ആണുള്ളത്. 3y എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ആഫ്റ്റർ 2 years 2 വർഷത്തിന് ശേഷം. ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഈ കോളം യൂസ് ചെയ്തിട്ടാണ് അടുത്ത ഇക്വേഷൻ മേക്ക് ചെയ്യേണ്ടത്. എന്താണ്? 2 വർഷത്തിന് ശേഷം എന്താവുന്നത്? ഇറ്റ് വുഡ് ബിക്കം 2 times. അതായത് റഹീമിൻ്റെ ഏജ്, അതായത് x+2 എന്താവും? രാമുവിൻ്റെ ഏജിൻ്റെ 2 മടങ്ങാകും. അത് 2 മടങ്ങാവെന്ന് പറയുമ്പോൾ രാമുവിൻ്റെ ഏജിൻ്റെ 2 മടങ്ങാവും. 2 ഇൻറ്റു y+2 ആണ്. അപ്പോൾ ഇതിനെ നേരത്തെ ചെയ്തതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. എങ്ങനെ ചെയ്യുക? x+2നെ അതുപോലെ തന്നെ എഴുതുക. x+2 ഈസ് ഈക്വൽ 2 ഇൻറ്റു y 2y + 2 ഇൻറ്റു 2 4 എന്ന് വരും. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ നമ്പേഴ്സ് 2 സൈഡിലുണ്ട്. അവരൊറ്റ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. x+2 ഈസ് ഇനി ഈ +4നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഈക്വൽ സൈൻ്റെ അങ്ങോട്ട്. അപ്പോൾ -4 ആവും. -4 ബാലൻസ് ഇവിടെ വരിക 2y മാത്രം. ഈസ് ഈക്വൽ 2y എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതെന്ത് കിട്ടും? x+2 -4 ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ -4ന്ന് 2 മൈനസ് ചെയ്താൽ -2 ഈസ് ഈക്വൽ 2y എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. പേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ്. അതെങ്ങനെയാണ് അതിന് എക്സും വൈയും കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചു. ഏതെങ്കിലും ഒരു ടേമിനെ മൈനസ് ആക്കാം. അപ്പോൾ ഇവിടെ x-4+2 അത് നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അതിനൊന്നുകൂടെ നമുക്ക് ചെറുതാക്കാം. +12ഉം -4ഉം ഡിഫറൻറ്റ് സൈൻസാണ്. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെറുതാക്കാം. -4ഉം +2ഉം വലുതിൽ നിന്ന് 4 മൈനസ് ചെയ്യുക, 8 എന്ന് കിട്ടും. വലുതിൻ്റെ സൈന് പ്ലസ് ആണ്. x+8 ഈക്വൽ 3y എന്ന് കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ 1. ഇനി നോക്കൂ, ഈ 2 ഇക്വേഷനും യൂസ് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയാം. എക്സിനെ കട്ട് ചെയ്യാം. അതിനെന്ത് വേണം?
1ൽ നിന്നും 2 മൈനസ് ആക്കണം. നമ്മൾ 1ൽ നിന്നും 2 മൈനസ് ചെയ്യാൻ പോവുകയാണ്. അതിനെ ഞാനൊന്നുകൂടെ റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരും. ഓക്കെ, 1ൽ നിന്നും ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2ന് ഇക്വേഷൻ 1ലാണ് 8ഉം 3y ഒക്കെ വരുന്നത്. ഇക്വേഷൻ 2ൽ 2y ഒക്കെയാണ് വരുന്നത്. അപ്പോൾ വലുത് നമുക്ക് ഇക്വേഷൻ 1 ആണ്. സോ നമ്മൾ എഴുതേണ്ടത് ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 എന്താണ്? എക്സ് പ്ലസ് 8 ഈക്വൽ 3y മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ 2y. എന്ത് വരും? 3y ന്ന് 2y മൈനസ് ചെയ്താൽ y എന്ന് വരും. ഇനിയോ പ്ലസ് 2 മൈനസ് -2 അതെന്ത് വരും? സോറി, പ്ലസ് 8. പ്ലസ് 8ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. പ്ലസ് 8 മൈനസ് -2 ഇവിടെ 2 മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ 8 പ്ലസ് 2 എന്നാണ് വരിക. 8 പ്ലസ് 2 എത്രയാണ്? 10 എന്ന് വരും. 10 ഈസ് ഈക്വൽ y എന്ന് കിട്ടി. നോക്കൂ, y എന്ന് പറയുന്നത് ആരുടെ ഏജാണ്? രാമുവിൻ്റെ ഏജ് നമുക്ക് 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? നോക്കൂ, എക്സ് എങ്ങനെ കിട്ടും? ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് വൈയുടെ വാല്യൂ കൊടുക്കാം. ഇക്വേഷൻ 1ൽ നമുക്ക് വൈയുടെ വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കാം. ഇക്വേഷൻ 1 ഇവിടെ താഴെ ഉണ്ട്. എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ 3y എന്നാണ്. അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? സോറി, വൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 8, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇതിൽ ഞാൻ വൈയുടെ വാല്യൂ കൊടുക്കുകയാണ്. എക്സ് പ്ലസ് 8 ഈക്വൽ ടു 3 ഇൻറ്റു വൈ 10 ആണ് കിട്ടിയത്. 3 ഇൻറ്റു 10 30. അതായത് എക്സ് പ്ലസ് 8 ഈക്വൽ 30 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടാൻ ഈ പ്ലസ് 8നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാം. എക്സ് ഈക്വൽ 30 മൈനസ് 8 എന്ത് വരും? എക്സ് ഈക്വൽ 30 10 മൈനസ് ആവുകയാണെങ്കിൽ 20 ആയിരുന്നു. പക്ഷേ 8 മൈനസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 22 എന്ന് വരും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 22 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സും വൈയും നമുക്ക് കിട്ടി. അപ്പോൾ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് 10ഉം 22. റഹീമിൻ്റെ പെർസെൻറ്റേജ് 22 ആണ്. രാമുവിൻ്റെ 10 വയസ്സ് 10 ആണ്. ഓക്കെ.